അത് ശരി, ദുഷ്ടൻ. മൂക്കറ്റം കുടിച്ചിട്ട് കിടക്കയാ. ഡേ എഴുന്നേക്കടാ. ഡേ എഴുന്നേൽക്ക. വലിയ ശല്യമായല്ലോ. അതെ, ശല്യം തന്നെയാ. എന്തൊരു കഷ്ടം. ഓ, അപ്പൊ ഞാൻ നിനക്കൊരു ശല്യമായല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഓമനെ കണ്ടപ്പോ അവൻ പറയാ ആ 2 ചെറുത്താന്മാരെ പറ്റി അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നമ്മളത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. സമയം വരച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം. മണ്ടന്മാരല്ലായിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇവരോട് ഞാൻ എന്താ പറയാ? പണ്ടാരങ്ങാനൊരു കുടി. ഇങ്ങോട്ട് നോക്കിയേ. വല്ല ചെറുത്താന്മാരുടെയും വർത്തമാനവും കേട്ടോണ്ട് 24 മണിക്കൂറും പറമ്പും കിടച്ചോണ്ട് ഇറങ്ങാനുണ്ടല്ലോ, സ്വത്താമ്പെല്ലാരും കൊണ്ടുപോകും. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത്? നിന്റെ ഈ ഒടുക്കത്തെ കുടി ഒന്ന് നിർത്താമോ? പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്താ. ഇത് മറ്റുള്ളവരുടെ കയ്യിൽ പോകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ആ തന്നെ. ഓ, നീ ധൈര്യമായിട്ട് എന്ന് ചോദിക്കും, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? ചോദിക്കാം. അതെ, ഇല്ല, നീ ചോദിക്ക, നീ ചോദിക്ക. അല്ല, അതെ, കുറെ ദിവസമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? ഇല്ല, ഇവനാണ് ചോദിക്കണമെന്ന് പറഞ്ഞത്. അതെ, ഞാൻ വേറൊന്നുമല്ല. പിന്നെ ഈ ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും തരണമെന്ന് ആരാ പറഞ്ഞേ? അത് എന്തോന്നത്? ഉത്തരം പറയാനില്ലായിരിക്കും അല്ലേ? ഞാൻ എന്ത് പറയാനാ? ഈ പാവം വേലക്കാരിയെ എന്തിനു നിങ്ങളിങ്ങനെ അലട്ടുന്നു? അലട്ടലോ? കോഴിശ്ശേരി തറവാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ അനന്തര അവകാശികളാണ് ഞങ്ങള്. ആരാ ഇത് ചെയ്യിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ മതിയാവും. അതെ, അത് കുറുപ്പദ്ദേഹം പറഞ്ഞിട്ടാ. ലൈലേ, കള്ളം പറയല്ലേ. അമ്മാവൻ അങ്ങനെ പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ടടാ, വിട്ടേര്, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. നീ വാ. ഗുഡ് മോർണിംഗ് ഇക്ക. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വണ്ടി? സ്റ്റൈലായിട്ടുണ്ടല്ലേ? എന്റെ മോനെ രാകേഷ്, നീ വെറുതെ സോപ്പിടല്ലേ. പറയാനുള്ള എന്താ വെച്ചാ നേരെ ചോവ് പറയും. വളച്ചോടിച്ചണ്ട. എന്നാ നേരെ ജോവിനെ പറയാം. സ്വത്തുക്കൾ കിട്ടുമെന്നും പറഞ്ഞ് എന്നെ രമേശനും കൊണ്ട് നിങ്ങളെല്ലാരും കൂടി ജോലി എടുപ്പിച്ചില്ലേ? എന്നിട്ട് ശരിക്കുള്ള ആഹാരം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? നിങ്ങൾക്കെല്ലാം ഇക്കാണ്ട സ്വത്തൊക്കെ പിന്നെ ആർക്കാണ്? സ്വത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം ആഹാരത്തിന്റെ കാര്യം ആവട്ടെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഈ ആഹാരത്തിന് എന്താ ഒരു കുഴപ്പം? ഇപ്പൊ ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാ പതിവായി തരുന്നത്. ഈ കാര്യം ഞങ്ങൾ ലൈലയോട് പറഞ്ഞതുമാണ്. ലൈലയോട് എന്താ പറഞ്ഞേ? അത് പറയട്ടെ, അവിടെ പറയട്ടെ. അല്ല, ഈ കഞ്ഞിയും ചമ്മന്തിന്റെയും കാര്യം പറയാണ്. അത്രേ ഉള്ളൂ രാകേഷ്. അതേ കോശിച്ചായ. ഈ പണി എടുപ്പിച്ചതും ആഹാരത്തിന് വേണ്ടി ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതും ഒക്കെ ഞാനാ. ഇതറിഞ്ഞപ്പോ കുറുപ്പദ്ദേഹത്തിന് എന്ത് സന്തോഷായിരുന്നോ? നേരാണോ കോശിച്ചായ? പിന്നെ സ്വത്തുക്കള് മുഴുവനും രാകേഷിനും രമേശനും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് കുറുപ്പത്തിയാൽ ഞമ്മളെ വിളിച്ച് പറഞ്ഞു. സത്യം? കള്ളത്തരോ? ഇങ്ങോട്ട് നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? മോനെ, ഞമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങളെ ഏറ്റു. താഴെ വന്നേ. എന്തിനാണ് തല്ലേ? കൊല്ലും ഞാൻ ആ പന്നീനെ. ലൈലയ്ക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പറഞ്ഞ അമ്മാവെ എന്നെ വഴക്കു പറയോ? ഇല്ല, ധൈര്യമായി പറഞ്ഞു. കോശിച്ചായനെയും കുഞ്ഞുമുഹമ്മദിനെയും പറ്റിയാ. അവനെ പറ്റിയോ? എന്താ? അത് രമേഷിനും രാകേഷിനും കഞ്ഞിയും ചമ്മന്തി അല്ലാതെ വേറൊന്നും കൊടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു. നീ പറഞ്ഞത് ശുദ്ധം നുണയാ. കോശിയും കുഞ്ഞുമുഹമ്മദും എന്നോട് പറഞ്ഞത് പിള്ളേർക്ക് കഞ്ഞിയും ചമ്മന്തിയുമാണ് ഇഷ്ടം എന്നാണല്ലോ. അല്ലമ്മാവാ, അവന്മാര് മനഃപൂർവ്വം ആ പിള്ളേരെ കഞ്ഞിയും ചമ്മന്തിയും തീറ്റിക്കുക. നീ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും ഇല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങത് വിശ്വസിക്കണം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിൽ ചെന്ന് എനിക്കും കൂടെ കഞ്ഞിയും ചമ്മന്തിയും എടുത്തോണ്ടു. ഞാൻ ഇപ്പൊ പറയുമ്പോ അമ്മാവന് തമാശ, ഒടുവിൽ അറിയും. ഇത് വാങ്ങിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ യുവമാർക്ക് ഒരു മാസം സുഖമായിട്ട് വെള്ളം അടിക്കാനും. കണിശമായിട്ട് യുവമാർ ഇത് അമ്മാവനെ പറ്റിച്ചുണ്ടാക്കിയതാ. അല്ലാതെ അവന്മാരുടെ അടുത്ത് എവിടുന്നാ ഇതിനൊക്കെയുള്ള പണം? പ്രിയപ്പെട്ട രാകേഷിനും രമേശിനും എന്റെ 60ാം പിറന്നാളിന് നിങ്ങളെല്ലാവരും കാലേ കൂട്ടി എത്തിച്ചായിരുന്നു എന്ന് നിങ്ങളുടെ ജാനകി വല്യമ്മച്ചി. നമ്മുടെ ജാനകി വല്യമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷം ക്ഷണക്കത്താ.
എല്ലാവരും ചെല്ലണോന്ന്. നമുക്കും പോണ്ടേ? പിന്നെ എന്നാ വാ, അമ്മാവനോട് ഇന്ന് വിവരം പറയാം. ആ എന്താ കുട്ടികളെ? വല്യമ്മാവനെ എഴുത്തുണ്ട്. ഏതാ? ഇത് ജാനകിയമ്മയുടെ കഥ. എന്താ വിശേഷിച്ച്? വല്യമ്മയുടെ 60-ാം പിറന്നാളിന് നമ്മളെല്ലാവരും ചെല്ലണമെന്ന്. എനിക്കിനി യാത്ര ചെയ്യാനും മറ്റും വയ്യ. നിങ്ങൾക്ക് പോണമെന്നില്ലേ? പോണമെന്നുണ്ടമ്മാവ. പക്ഷേ പണം വേണമായിരിക്കും. എത്ര പണം വേണമെങ്കിലും കോഴിക്കോട് വാങ്ങിച്ചോളൂ. ഓ ഓ കോശായ, എന്താ? ജാനകി വല്യമ്മയുടെ വീട്ടിൽ പോകാൻ കുറച്ച് കാശ് കിട്ടിയാൽ കൊള്ളാം. എത്രയാ വേണ്ടത്? ഒരു 1000 രൂപ വേണം. വല്യമ്മാരുടെ വീട്ടിൽ പോയാലല്ലേ രൂപ ചെലവാവുള്ളൂ. അപ്പോ ഞാൻ പോകണ്ടെന്നാണ് കോശായൻ പറയുന്നത്? ആരാ ഇവിടുത്തെ ധനകാര്യം നോക്കണേ? എന്താ രാകേഷേ മുഖത്തൊരു ബല്ലായ്മ? വല്യമ്മയുടെ വീട്ടിൽ പോയി 1000 രൂപ വേണം. അത്രേ ഉള്ളൂ? 2000 റുപ്യ മേടിച്ചോ? ഒരു 10% കമ്മീഷൻ പോയിട്ട് ബാക്കി 1800 രൂപ വാങ്ങിച്ചോളൂ. എന്താ, സമ്മതല്ലേ? ഓ അല്ല, കുഴപ്പമില്ല. കിട്ടുന്ന അങ്ങോട്ട് മേടിച്ചോളി. ഒക്കെ ഞമ്മള് പറഞ്ഞുതരാം. ഇപ്പൊ ഈ 200 റുപ്യ കമ്മീഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, സ്വന്തം ബാപ്പത് പോലെ സ്നേഹിക്കുന്ന ഇയാൾക്കും വേണ്ടിട്ടല്ല. പിന്നെ ഇവിടെ വേറെ എടുത്തിട്ടുണ്ടല്ലേ നാരായണൻ, ആ നാറിക്ക് വേണ്ടിട്ടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? പറയും. വേണ്ട, കുട്ടി എപ്പോഴാ പോണേച്ചോട് വന്നോളൂ, ഞാൻ കാശ് ആ തരാം. ശരി, ഞാൻ പോകുന്നു. ഞമ്മളോട് പോകാനേ? അവോ, പിന്നെ ആ 200 100 കൊണ്ട് എടുക്ക്. ചത്താ മതി ഇവിടെ. പൈസ ചോദിച്ചപ്പോ കൊഞ്ചാ. പൈസ ഉണ്ടാ? ആ പന്നി പോയാ? പോയി പോയി. ആ പൈസ തരാടാ. സമാധാനത്തിൻ ചിഹ്നം പുറ, എംബ്ലം ഓഫ് പീസ്. അത് പീസ് പീസാ പിக்கிறதா മാണിക്യം. Cheers. പുറത്ത് കുറ്റിയെടുത്താ പന്നി. ഹലോ, മാണിക്യ സാറല്ലേ? ഫോൺ பண்ண. அப்ப நான் தான். ഞാൻ കോശിച്ചായനാ. என்னாச்சு? ഇവിടുന്ന് രാകേഷും രമേശും അവിടേക്ക് വന്നിട്ടുണ്ട്. നമ്മ ഇട്ട മാറ്റം എവരുമേ തപ്പുറതില്ല. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. நீ அவனை ஃபாலோ பண்ணி அப்பப்ப இன்ஃபர்மேஷன் தர்ற, ஓகே? പറഞ്ഞതുപോലെ ചെയ്യാം. ശരി ശരി ശരി, ഓക്കെ. തുറക്കടാ. വരൂ മക്കളെ, വരൂ. ഓമനെ വാ. ഗുഡ് മോർണിംഗ് മാഡം. ആര്? കള്ളനോ? ഇവൻ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. എടാ കൊട്ടവനെ, നിന്നെ ഞാൻ തന്നെ കൈകാര്യം. അയ്യോ, നമ്മുടെ ഓമനല്ലേ ഇത്? അതെ.
എടാ കുർത്തും കെട്ടോനെ നീ എന്തായി കാണിച്ചത്? നമ്മുടെ കടയാ നീ അറിഞ്ഞില്ല. ഏ? അല്ലാത്തില്ലേ നമ്മുടെ കടയിൽ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടെന്ന് പരാതി വന്ന അമ്മാമേ. അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞ ഒരു ബക്കറ്റിലിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കളയാം എന്ന് വിചാരിച്ചപ്പോഴല്ലേ ഇവ എന്നെ കയറി പിടിച്ചത്. നീ മോഷ്ടിച്ചതാ? ഞാൻ മോട്ടിച്ചല്ല. അല്ല നീ കണ്ടതല്ലേ? അല്ല, എനിക്ക് മോട്ടിക്കാനും അറിയില്ല. പിന്നെ എടാ നീ കാരണം എന്റെ മക്കളൂടെ നശിക്കല്ലോ. ദേ ഇനി എന്റെ മക്കളുടെ കൂടെ നിന്നെ കണ്ടുപോകരുത്. ഇല്ല. ഇന്ന് തന്നെ നാട് വിട്ടേക്കണം. പോയേക്കാം. ഉടനെ ഉടനെ പോയേക്കാം. എടാ ആ സാധനങ്ങളൊക്കെ ഇവിടെ വെക്ക്. വെക്കടവിടെ ടെസ്റ്റ് ചെയ്യണ്ടേ? ടെസ്റ്റ്. എടാ കുപ്പി എടുത്തേക്ക്. എല്ലായിടത്തും വെക്ക് ഇവിടെ. അതെ, എല്ലാം വെച്ച്. എടാ നീ ഇത് കട്ടതല്ലേ? അതെന്തുവാ? അത് എടാ, എന്തുവാ? നിൽക്കുക. ആ. എടാ കട്ടതല്ലേ നീ? ഞാൻ മോട്ടിച്ചൊന്നുമല്ല. പോടാ. കള്ള. ആഹാ. യെസ്. മാഡം ടൈം പ്ലീസ്. 8:10. തന്നോട് ആരാ ചോദിച്ചത്? ഒട്ട വാച്ചും കൊണ്ട് നടക്കുന്നു. 8:10. താനൊന്ന് പോടോ. മാഡം സമയം തേ. 8:10. താങ്ക് യു. താനെന്തിനാ എന്റെ പിറകെ നടക്കുന്നത്? വായി നോക്കി. പെമ്പിള്ളേരെ കളിയാക്കണ്ട. നീ ആണോ ചോദിക്കാൻ? രാവിലെ വേഷം കിട്ടി ഇറങ്ങാൻ. ഈ പരിപാടി നടത്തി.